വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക് സ്റ്റേറ്റ്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് തന്നെയാണ്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിനകത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിനകത്തെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഇപ്പം പറയുന്ന പോലെ അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ലിങ്ക് ചെക്ക് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണാം. തിയറി പോർഷൻസ് ഫുള്ള് ഈ ഒരു ചാപ്റ്ററിൽ തിയറി പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം സെക്ഷനിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. പേജ് നമ്പർ 10 പേജ് നമ്പർ 10 ആണ്, ശ്രദ്ധിക്കണം. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യനിൽ പറയുന്നത് the sum of two numbers is 26 and its difference is 4. What are the numbers? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് സമ്മ് കിട്ടുമ്പോൾ അത് 26 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് അറിയത്തില്ല, നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പർ, സം ഓഫ് ടു നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു നമ്പർ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പറിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 26 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താ? ഈ രണ്ട് നമ്പേഴ്സും, അതായത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 26. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ, ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 26 ഈ സെക്കൻഡ് നമ്പറിനെ ഇവിടെ നിർത്താം, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ 26 മൈനസ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, അതായത് 26 മൈനസ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് സെക്കൻഡ് നമ്പർ നമുക്ക് 26 മൈനസ് എക്സ് എന്ന് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 26 മൈനസ് എക്സ് ആണ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26 ആണ്. അതുകൊണ്ടാണ് 26 മൈനസ് എക്സ് ആയിട്ട് സെക്കൻഡ് നമ്പറിന് എടുത്തത്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്താ എഴുതാം? ഫസ്റ്റ് ഇവിടെ 26 മൈനസ് എക്സ്, ഇതൊരു നമ്പർ ആണല്ലോ. ഇതിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 ആണ്. ഓക്കെ, 26 മൈനസ് എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് 4 ആണ്. അതായത് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ, ഈ രണ്ട് നമ്പറിൽ നിന്നും ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് 26 മൈനസ് എക്സ് മൈനസ് എക്സ്, നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. ഓക്കെ, 26 മൈനസ് എക്സ് ദെൻ മൈനസ് എക്സ് ഈക്വൽ ടു 4. ഓക്കെ, ഈ മൈനസ് എക്സും മൈനസ് എക്സും അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇടണം. ഓക്കെ, മൈനസും മൈനസും ആഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇടണം. അതായത് എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. 26 അതുപോലെ ഇട്ടു, എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടി. ദെൻ അതേ സൈൻ ഇട്ട് കൊടുക്കാം. 26 മൈനസ് 2x എന്ന് കിട്ടി ഈക്വൽ ടു 4. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? 2x-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് ഇവിടെ മൈനസ് അല്ല, അപ്പൊ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് 2x-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 4-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ 26 മൈനസ് 4 എന്നും ഈ 2x സമത്തിന്റെ അപ്പുറത്തേക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോ പ്ലസ് 2x ആവും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊന്ന് മാറ്റി എഴുതാം. 2x is equal to 26 minus 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ, പ്രശ്നമില്ല. ദെൻ 2x is equal to 26 minus 4 എത്രയാണ്? 22 എന്ന് കിട്ടി ആണല്ലോ. അപ്പോ 2x is equal to 22 ആണെങ്കിൽ x is equal to എത്രയായിരിക്കും? x എത്രയായിരിക്കും? ഈ എക്സിനോട് നിർത്താം, 2 into x ആണ്. അപ്പൊ എക്സിനോട് നിർത്താം, 2-ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ 22 divided by 2 എന്ന് വരും. സോ ആൻസർ ഈസ് 11. 22 divided by 2 11 ആണ്. ചെയ്തു നോക്കാം. ഓക്കെ, ദെൻ ചെയ്ത് കാണിച്ചിരണോ? നിങ്ങൾക്ക് അറിയില്ലേ 22 divided by 11 ചെയ്യാനായിട്ട്? 22 divided by 2 ചെയ്യാനായിട്ട് അറിയത്തില്ലേ? ഇനി വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ? ചിലപ്പോ അതാണെങ്കിലോ നിങ്ങളുടെ കൺഫ്യൂഷൻ അല്ലേ? നമ്മളെല്ലാം ചെയ്യണ്ടേ? 2 ഇവിടെ 1-ല് 2 ടൈംസ് പോവും, 0 വന്നു. ദെൻ ഈ 2-നെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു, 2
ഇവിടെ 2 കിട്ടണമെങ്കിൽ ഇവിടെ 1 ടൈംസ് തന്നെ വരും 0. ഓക്കെ, അങ്ങനെ 11 കിട്ടി. അപ്പൊ x 11 ആണെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 26 മൈനസ് എക്സ് ആണ്. എക്സ് നമുക്ക് 11 കിട്ടി. അപ്പൊ 26ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 26ൽ നിന്ന് 11 മൈനസ് ചെയ്ത് എത്ര കിട്ടാം? 5 1 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്താണ് കിട്ടിയത്? 11. സെക്കൻഡ് നമ്പർ എത്രയാണ് കിട്ടിയത്? 15 എന്ന് കിട്ടി. ഇപ്പൊ രണ്ട് നമ്പറും കിട്ടി. ഓക്കെ, അപ്പൊ 15ഉം 11ഉം ആണ് അടുത്ത രണ്ട് നമ്പേഴ്സ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടുന്നുണ്ട്. 15 മൈനസ് 11 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ വേറൊരു മെത്തേഡിലൂടെ ചെയ്യാൻ പോവാണ്. അതായത് രണ്ട് വാരിയബിൾസ് യൂസ് ചെയ്തിട്ട് എക്സും വൈയും ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ടും സെക്കൻഡ് നമ്പർ വൈ ആയിട്ടും എടുത്ത് അങ്ങനെ രണ്ട് വാരിയബിൾസ് യൂസ് ചെയ്തിട്ട് എക്സും വൈയും എങ്ങനെ സോൾവ് ചെയ്തെടുക്കാന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് ആൻസർ എഴുതുമ്പോൾ എക്സാമിനൊക്കെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ബൈ സെന്റൻസ് ആയിട്ട് എഴുതണം. ഓക്കെ, ലെറ്റ് എക്സ് ബി ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ലെറ്റ് വൈ ബി ദ സെക്കൻഡ് നമ്പർ, അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ അങ്ങനെ ഷോർട്ട് ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ എക്സാമിന് ലെറ്റ് എക്സ് ബി ദ ഫസ്റ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതാം. എന്നാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുത്തു. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 26 ആണ്. സോ ഫസ്റ്റ് നമ്പർ എക്സ് ആണ് പ്ലസ് സെക്കൻഡ് നമ്പർ വൈ ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് 26. ഇക്വേഷൻ 1. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 4. അപ്പോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഞാനിവിടെ ഫോം ചെയ്തു. എന്റെ തിയറി ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഇക്വേഷൻസിൽ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലെ? ഈ രണ്ട് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയും വൈയും ക്യാൻസൽ ആയി പോകും. ദെൻ 2x is equal to എന്ത് വരും? 26 plus 4 എന്ന് പറയുന്നത് 30 വരും. x equal to 30/2 എന്ന് പറയുന്നത് x is equal to 15 എന്ന് വരും. ഓക്കെ, ദെൻ y കണ്ടുപിടിക്കാനായിട്ട് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വൈയും കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഫ്രം ഇക്വേഷൻ 1 നിങ്ങൾക്ക് നിങ്ങൾ എക്സാമിൽ എഴുതണം കേട്ടോ. ഫ്രം ഇക്വേഷൻ 1 നമ്മൾ എന്ത് കാണാം? എക്സ് കണ്ടുപിടിക്കാണ്. എക്സ് is equal to 26 minus y. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 എക്സ് is equal to 26 minus y. ഓക്കെ, നമുക്ക് ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ദിസ് എക്സ്. ഓക്കെ, അപ്പൊ അത് എഴുതാം നമുക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് x in equation 2. അതായത് ഇക്വേഷൻ 2 ഇതിന്റെ വാല്യൂ, അതായത് ഈ എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 2 എന്താ പറയുന്നത്? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. ഈ എക്സിന്റെ പ്ലേസിൽ ഞാൻ ഈ ഇക്വേഷൻ 1 കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ എക്സിന് പകരം ഞാൻ അവിടെ 26 മൈനസ് വൈ എന്ന് കൊടുത്തു. മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, 26 മൈനസ് വൈ ഈ എക്സിന്റെ പ്ലേസിലാണ് കൊടുത്തത്. ദെൻ ഇവിടെ മൈനസ് വൈ അതുപോലെ തന്നെ ഇട്ടു ഈക്വൽ ടു 4. ഓക്കെ, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് വരുന്നത്? 26 മൈനസ് വൈ ഈക്വൽ ടു 4 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 26
രണ്ട് y തമ്മിൽ ആഡ് ചെയ്യാൻ -y പ്ലസ് -y ആണ് അവിടെ വന്നിട്ടുള്ളത്. രണ്ട് മൈനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് അതേ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ y പ്ലസ് y എന്ന് പറയുന്നത് 2y ആണ്. സോ ഇതിവിടെ മൈനസ് ഇട്ട് കൊടുത്തു 4. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഞാൻ ഇവിടെ 26 മൈനസ് 4 ഈക്വൽ ടു 2y എന്ന് എഴുതി. ദാറ്റ് ഈസ് 2y is equal to 26 മൈനസ് 4. 2y is equal to 26 മൈനസ് 4 എന്ന് പറയുന്നത് 22 എന്ന് കിട്ടി. Then y is equal to 22 by 2. Answer is 11. Okay. ഇനി x കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇതിൽ ഏതെങ്കിലും കൊടുത്താൽ മതി. x y-യുടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ കൊടുക്കാന്ന് വെച്ചാല് ഇവിടെ x നമുക്ക് അറിയില്ല. x പ്ലസ് y-യുടെ വാല്യൂ എന്താണ് 11 കിട്ടി. സോ നമ്മൾ ഇവിടെ കൊടുത്തു 26. ഇനി x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 26 മൈനസ് y, അതായത് 11. 26 മൈനസ് 11 എത്രയാണ്? അപ്പൊ x എത്രയാണ്? x is equal to 26 മൈനസ് 11. ആൻസർ ഈസ് 15. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കേണ്ടത്. അടുത്ത മെത്തേഡ്സ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. മെയിൽ ഐ ഡി. ഇവിടെ ചെറിയൊരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്നറിയില്ല. എന്റെ മോൻ ഉറക്കത്തിന് എണീറ്റ് വന്നതാണ് കേട്ടോ. ചെറിയൊരു മോനാണ്, 2 വയസ്സുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രോബ്ലം ആയിട്ട് വരാം. അതുവരെ ബൈ.